സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ കുരുന്നുകൾക്ക് അക്ഷര വെളിച്ചം എത്തിക്കുന്നതിന് വേണ്ടിയാണ് അംഗൻവാടി സ്ഥാപിച്ചത്. 9ഓളം അംഗൻവാടികളാണ് ഇടമലക്കുടിയിൽ പ്രവർത്തിക്കുന്നത്. ഇവിടെയുള്ള ജീവനക്കാരാകട്ടെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ളവർ. അറിവ് പകരാൻ എത്തിയവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അധികൃതർ തയ്യാറായിട്ടില്ല. ഏറ്റവും അത്യാവശ്യമായ കുടിവെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇവർക്ക്. ദൂരെയുള്ള തോട്ടിൽ നിന്നും തലചുമടായി വെള്ളം എത്തിച്ചാണ് അംഗൻവാടിയുടെ പ്രവർത്തനവും ജീവനക്കാരുടെ ദൈനംദിന ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഏതെങ്കിലും വയ്യായ്മ വന്നിട്ടുണ്ടെങ്കിലും ഹെൽപ്പിന് ആരുമില്ല. ഇവിടുന്ന് വിളിച്ചാൽ പോലും കേൾക്കത്തില്ല. ഞങ്ങൾക്ക് തന്നെ ഇറങ്ങി പോകാനും പറ്റില്ല. പാതിരാത്രിക്ക് എങ്ങനെ ഇറങ്ങി പോകണം. കഴിഞ്ഞ ദിവസമൊക്കെ ചേച്ചിക്കൊക്കെ വയ്യായിരുന്നു. അപ്പോൾ അന്നേരമൊക്കെ ഞങ്ങൾ അന്നാലും ഇറങ്ങിപ്പോയി. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിപ്പോയി. താഴെയൊക്കെ എല്ലാവരും വിളിച്ച് 8 മണിയാകുമ്പോൾ വണ്ടി വിളിച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയത്. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ കാട്ടുപോത്തും പുലിയും അടക്കമുള്ള വന്യമൃഗങ്ങൾ അംഗൻവാടിക്ക് സമീപം തമ്പടിക്കുന്നതിനാൽ രാത്രിയിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പുറത്തിറങ്ങുവാൻ പറ്റാത്ത അവസ്ഥയാണ്. കുടിയിൽ നിന്നും 1 കിലോമീറ്ററോളം അകലെയാണ് അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ആശുപത്രി ആവശ്യങ്ങൾ ഉണ്ടായാൽ പോലും ഇത് പുറത്തറിയിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് ഇവർക്കുള്ളത്. കുടിയിലോ മറ്റ് ആൾതാമസമുള്ള അടുത്ത പ്രദേശത്തോ താമസ സൗകര്യം ഒരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ദുരന്തക്കയത്തിൽ നിന്നും ആദിവാസി കുടികളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഇവരോട് അധികൃതർ കടുത്ത അവഗണനയാണ് കാണിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ചികിത്സ തേടുന്നതിന് 2000-ഓളം രൂപ മുടക്കി ടാക്സി വാഹനം വിളിച്ചു വരുത്തി ഇതിൽ വേണം മൂന്നാറിലെത്തേണ്ടത്. ആദിവാസികളുടെ ഉന്നമനത്തിനു വേണ്ടി വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുമ്പോൾ ഇത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പണിയെടുക്കുന്നവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കുവാൻ അധികൃതർക്ക് കഴിയുന്നില്ല എന്നതിന്റെ തെളിവാണ് ഇടമലക്കുടിയിലെ അംഗൻവാടിയിലെ ജീവനക്കാരുടെ ഈ ദുരവസ്ഥ. ജെൻസൺ ക്ലെമന്റിനോടൊപ്പം VS ഹൈദർ അലി, റിപ്പോർട്ടർ, ഇടുക്കി.